സർവ്വമായ്ക്ക് ശേഷം ഉറങ്ങിക്കിടക്കുന്ന തിയേറ്ററുകളെ ഉണർത്താൻ കഴിവുള്ള ചിത്രമാണ് പലരും ആട് 3യെ കണക്കാക്കുന്നത്. ഷാജി പാപ്പന്റെയും ടീമിന്റെ മൂന്നാം വരവിന് വൻ ഹൈപ്പാണുള്ളത്. ഇതുവരെ വന്ന അപ്ഡേറ്റുകളെല്ലാം പ്രതീക്ഷ നൽകുന്നതാണ്. രണ്ട് കാലഘട്ടത്തിലാണ് ആട് 3യുടെ കഥ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ചിരുന്നു. കേരളത്തിൽ മാത്രം 300-ലധികം സ്ക്രീനുകളിലാണ് ചിത്രം റിലീസ് ചെയ്യാൻ പദ്ധതിയിടുന്നത്. ഈദ് അവധിയും സമ്മർ വെക്കേഷനും ആട് 3ക്ക് ഗുണം ചെയ്തേക്കുമെന്നാണ് കരുതുന്നത്. എന്നാൽ ചിത്രത്തിന് ബുക്കിംഗിന് പ്രതീക്ഷിച്ച സ്വീകാര്യതയല്ല ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ബുക്കിംഗ് ആരംഭിച്ചിട്ടും പലയിടത്തും ചലനമുണ്ടാക്കാൻ ആട് 3ക്ക് സാധിക്കുന്നില്ലെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. മലയാളത്തിലെ സർവ്വകാല വിജയങ്ങളിലൊന്നായ എമ്പുരാന്റെ ബുക്കിംഗുമായി പലരും ആട് 3യെ താരതമ്യം ചെയ്യുന്നു. സീക്വൽ ഹൈപ്പ് ഉണ്ടായിരുന്നിട്ടും എമ്പുരാന്റെ പകുതിയോളം പോലും ആട് 3ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് മോഹൻലാലിന്റെ ആരാധകർ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ റിലീസായ എമ്പുരാന് വൻ വരവേൽപ്പാണ് ലഭിച്ചത്. പ്രീ-സെയിൽ മുതൽ ഫൈനൽ കളക്ഷൻ വരെ എമ്പുരാൻ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. ബുക്കിംഗ് ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ വമ്പൻ സ്വീകാര്യത എമ്പുരാന് ലഭിച്ചു. ബുക്ക് മൈ ഷോ ക്രാഷ് ആയതുമെല്ലാം വലിയ വാർത്തയായിരുന്നു. എമ്പുരാന് മുമ്പ് കേരളത്തിൽ ഏറ്റവും ഉയർന്ന ഫസ്റ്റ് ഡേ കളക്ഷൻ വിജയ് നായകനായ ലിയോയുടെ പേരിലായിരുന്നു. ലിയോ നേടിയ 12 കോടി പ്രീ-സെയിൽ മാത്രം എമ്പുരാൻ മറികടക്കുകയും ചെയ്തു. എമ്പുരാനെ പോലെ ഹൈപ്പുണ്ടാക്കിയിട്ടും വലിയ ചലനമുണ്ടാക്കാൻ ആട് 3ക്ക് സാധിക്കാത്തത് സ്റ്റാർഡത്തിന്റെ കുറവ് കൊണ്ടാണെന്ന് മോഹൻലാൽ ആരാധകർ അഭിപ്രായപ്പെടുന്നു. എമ്പുരാൻ അത്രയും വലിയ സ്വീകാര്യത കിട്ടിയതിന്റെ പിന്നിൽ എൽ ഫാക്ടറാണെന്നും അതൊരു മറ്റൊരു നടനും ആവർത്തിക്കാൻ സാധിക്കില്ലെന്നും എല്ലാവരും അവകാശപ്പെടുന്നു. എന്നാൽ റിലീസിന് ശേഷം പോസിറ്റീവ് റിവ്യൂ ആണെങ്കിൽ 100 കോടിയിൽ കുറഞ്ഞൊന്നും ആട് 3 പ്രതീക്ഷിക്കുന്നില്ലെന്നും ട്രാക്കർമാർ അഭിപ്രായപ്പെടുന്നു. ആദ്യ രണ്ട് ഭാഗങ്ങളെക്കാൾ വലിയ ബജറ്റിലാണ് ആട് 3 ഒരുക്കുന്നത്. മുൻ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ജോണറെ ഷിഫ്റ്റ് ചെയ്ത ആട് 3 ശ്രമിക്കുന്നു. പാപ്പനും കൂട്ടരും ബോക്സ് ഓഫീസിൽ റീത്ത് വെക്കുമോ എന്ന് കണ്ടു തന്നെ അറിയാൻ സാധിക്കും.